രാജ്യത്തിൻ്റെ ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ഗൗരവതരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരികയും ആ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ഉരുവിടുന്ന ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർന്നത് 1965 ചൈനയുമായുള്ള യുദ്ധം, അതിനുശേഷം രാജ്യത്തുണ്ടായ വലിയ പട്ടിണി, ഭക്ഷ്യക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അവിടെ ഒരു നേതാവിൻ്റെ പേരായിരുന്നില്ല പറഞ്ഞത്. ശ്രീ ശാസ്ത്രിക്ക് ശേഷം കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി വളർന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയ ശ്രീമതി ഇന്ദിരാഗാന്ധി 1971 ഉയർത്തിയ മുദ്രാവാക്യം ഗരീബി ഘടാവോ എന്നായിരുന്നു. തീർച്ചയായും നമ്മുടെ രാജ്യത്തെ പട്ടിണി പാവങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച് രാജ്യത്തിലെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉയർത്തിയ ആ മുദ്രാവാക്യത്തിനും തീർച്ചയായും പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ ആ മുദ്രാവാക്യം ഉയർത്തിയ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ജയപ്രകാശ് നാരായണനെ പോലെയുള്ളവർ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി. സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിയെ പുറത്താക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ മുദ്രാവാക്യമായിരുന്നില്ല. കാരണം ഇന്ദിരാഗാന്ധി പ്രതിദാനം ചെയ്തത് ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഏകാധിപത്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. അതുകൊണ്ട് ആ മുദ്രാവാക്യവും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രതിഫലിക്കുന്നതായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായി തുടങ്ങിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബോധന ചെയ്യാതെ വൈകാരികമായ പ്രശ്നങ്ങളെ, ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തി അയോധ്യയിൽ രാമൻ്റെ ക്ഷേത്രം പണിയലാണ് എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യം ആഭ്യന്തരമായ ഭീഷണിയിലാണെന്നും ആ ആഭ്യന്തര ഭീഷണിക്ക് കാരണം ഒരു പ്രത്യേക സമുദായമാണെന്നും അവരെ പിന്തുണയ്ക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളും എന്നും തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതവും വൈകാരികവുമായ മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന സമീപനം 1990 മുതൽ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇപ്പോഴും നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൗലികമായ പ്രശ്നങ്ങളെ സംബോധന ചെയ്യാൻ മറന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച സാധ്യമാകുമ്പോഴും രാജ്യത്തിൻ്റെ പട്ടിണി വർദ്ധിക്കുന്നതും രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതും രാജ്യത്തെ ഭക്ഷ്യലഭ്യത പോലും കുറയുന്ന പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് വളരെ വൈകാരികമായി വീണ്ടും രാമക്ഷേത്രം ഞങ്ങൾ പണിയും, രാജ്യത്തിന് ഉണ്ടാകേണ്ടത് ഏക സിവിൽ കോഡാണ്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവികൾ എടുത്തുകളയും എന്ന് മാത്രമല്ല, ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കലാണ് എന്ന് പോലും പറയാൻ മടിക്കാത്തവർ, ഞങ്ങൾക്ക് എതിരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ വെട്ടിമാറ്റും എന്ന് ആക്രോശിക്കുന്നവർ, കേരളത്തെപ്പറ്റി പറഞ്ഞാൽ കേരളത്തിൻ്റെ അടിസ്ഥാനമായ പ്രശ്നം ഒന്നേ ഉള്ളൂ, അത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാതിരിക്കണം എന്ന തരത്തിൽ ജനങ്ങളെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന BJPയുടെ മുദ്രാവാക്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തെയാണ് അട്ടിമറിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ നാളുകളിൽ ഉയർന്നു കേട്ട ജനങ്ങളെ ബാധിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പകരം വർഗീയവും വിഭാഗീയവും വൈകാരികവുമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനങ്ങളെ വല്ലാതെ മയക്കിക്കിടത്തുമ്പോൾ നാം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശരിയായ മുദ്രാവാക്യങ്ങൾ തൊഴിലില്ലായ്മയെപ്പറ്റി, കർഷകരുടെ പ്രശ്നങ്ങളെപ്പറ്റി, മറ്റ് രാജ്യങ്ങളോട് സൗഹൃദമായി പെരുമാറുന്നതിനെപ്പറ്റി, ജനങ്ങൾക്ക് സ്വൈര്യമായി ഇവിടെ ജീവിക്കുവാൻ അവസരമുണ്ടാകുന്നതിനെപ്പറ്റി ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇന്നലകളിൽ ഉണ്ടായില്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ജനങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് തെറ്റായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ BJPക്ക് എതിരായുള്ള താക്കീതായി തീരുമെന്ന് പ്രതീക്ഷിക്കാം.